ഹായ്, ഗുഡ് ഈവനിങ്. അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മള് MME-യുടെ ഇതില് സേഫ് വർക്കിംഗ് പ്രാക്ടീസസ് എന്നുള്ള ചാപ്റ്ററാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അല്ലെ. സേഫ് വർക്കിംഗ് പ്രാക്ടീസസ് എന്ന് പറയുമ്പോൾ അപ്പൊ നമുക്ക് ആദ്യം തന്നെ അതിൽ എന്താണ് സേഫ്റ്റി എന്ന് പറഞ്ഞിട്ട് തുടങ്ങാം. സേഫ്റ്റി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സേഫ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ഫ്രീഡം അല്ലെങ്കിൽ ഒരു പ്രൊട്ടക്ഷൻ ആണ്. സേഫ്റ്റി എന്ന് പറയുന്നത് ഒരു ഫ്രീഡം ആണ്, അത് അല്ലെങ്കിൽ എന്താണ്? ഒരു പ്രൊട്ടക്ഷൻ ആണെന്ന് പറയാം. സേഫ്റ്റി എന്ന് പറയുന്നത് ഒരു ഫ്രീഡം ആണ്, അല്ലെങ്കിൽ എന്ത് പറയാം? ഒരു പ്രൊട്ടക്ഷൻ ആണ്. എന്തിൽ നിന്നൊക്കെയാണ്? ഹാർംലെസ്സിൽ നിന്ന്, അല്ലെങ്കിൽ ഡേഞ്ചറിൽ നിന്ന്, അല്ലെങ്കിൽ അസാൾട്ടിൽ നിന്ന്, റിസ്ക്, ആക്സിഡന്റ്, ഇഞ്ചുറി, ഡാമേജ്, ഇതെല്ലാം നമുക്ക് സംഭവിക്കാൻ ചാൻസ് ഉള്ളതാണ് അല്ലെ. നമ്മളൊരു വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ വർക്ക് പ്ലേസിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് സംഭവിക്കാൻ ചാൻസ് ഉള്ള കാര്യങ്ങളാണ് ഡേഞ്ചർ, അപകടം സംഭവിക്കാവുന്നതാണ്, ഹസാർഡ്സ് സംഭവിക്കാവുന്നതാണ്, റിസ്ക് ഫാക്ടേഴ്സ് ഒരുപാടുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ളതിൽ നിന്നെല്ലാം ഒരു പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ഒരു ഫ്രീഡം കിട്ടുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സേഫ്റ്റി എന്ന് പറയുന്നത്. അപ്പൊ സേഫ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്രീഡം അല്ലെങ്കിൽ ഒരു പ്രൊട്ടക്ഷൻ ആണ്. എന്തെന്നൊക്കെ? ഡേഞ്ചറസിൽ നിന്നും, ഹസാർഡ്സിൽ നിന്നും, റിസ്കിൽ നിന്നും, ആക്സിഡന്റിൽ നിന്നും ഒക്കെ ഉള്ള ഒരു പ്രൊട്ടക്ഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, അല്ലെങ്കിൽ ഫ്രീഡത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സേഫ്റ്റി എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ സേഫ്റ്റി എന്താണെന്ന് അറിഞ്ഞിട്ട്, നമുക്ക് സേഫ്റ്റി എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അത് എത്ര ടൈപ്പ് സേഫ്റ്റി അല്ലെങ്കിൽ എന്തൊക്കെ ടൈപ്പ് സേഫ്റ്റിയാണ് നമ്മൾ ഒരു ഇൻഡസ്ട്രിയിൽ അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതാണ് നോക്കുന്നത്. ഇപ്പൊ ഒരു ഇൻഡസ്ട്രിയിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഏതൊക്കെ ടൈപ്പ് സേഫ്റ്റിയാണ് നോക്കേണ്ടത് എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പൊ അങ്ങനെ പറയുന്ന സമയത്ത് നമുക്ക് നോക്കാം, 3 ടൈപ്പ് സേഫ്റ്റിയാണ് പ്രധാനമായിട്ടും നമ്മൾ പറയുന്ന സേഫ്റ്റി എന്ന് പറയുന്നത്. 3 ടൈപ്പ് സേഫ്റ്റി എന്ന് പറയുമ്പോൾ നമ്മൾ 3 തരത്തിലാണ് നമ്മൾ സേഫ് ആയിട്ട് ഇരിക്കേണ്ടതെന്ന് പറയുന്നത്. 3 തരത്തിൽ നമ്മൾ സേഫ് ആയിട്ട് ഇരിക്കണം. അവിടെ ഒന്നാമത്തെ തരം എന്ന് പറയുന്നത് ജനറൽ സേഫ്റ്റി എന്നാണ് പറയുന്നത്. ഒന്നാമത്തെ ടൈപ്പ് അല്ലെങ്കിൽ ഒന്നാമതായിട്ട് നമ്മൾ സേഫ് ആയിട്ട് ഇരിക്കണം എന്ന് പറയുന്നത് ജനറൽ സേഫ്റ്റിയാണ് നമ്മൾ നോക്കേണ്ടത്. ജനറൽ സേഫ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ആ ഒരു മൊത്തം ആ ഒരു ഇൻഡസ്ട്രിയൽ അപ്ലൈ അല്ലെങ്കിൽ ആ ഒരു വർക്ക്ഷോപ്പ് മെയിൻറ്റെയിൻ അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രി മേഖലയിൽ അല്ലെങ്കിൽ ഒരു ഫാക്ടറി മേഖലയിൽ നമ്മൾ ആ ഒരു ഫാക്ടറിയുടെ മൊത്തം വർക്കിന്റെ അല്ലെങ്കിൽ ആ ഒരു ഫാക്ടറി മൊത്തം വർക്കിന്റെ അല്ലെങ്കിൽ മൊത്തം നടത്തിപ്പിനായിട്ടുള്ള ഒരു എങ്ങനെയൊക്കെയാണ് അതിന്റെ അറേഞ്ച്മെന്റ് കാര്യങ്ങളൊക്കെ ആ ഒരു അറേഞ്ച്മെന്റിനനുസരിച്ച് നടന്നു പോകുന്നതിന് നോക്കുന്നതാണ് നമ്മൾ എന്ത് പറയുന്നത്? ജനറൽ സേഫ്റ്റി എന്ന് പറയുന്നത്. അതായത് ആ ഒരു ഫാക്ടറി നമ്മൾ വർക്ക് ചെയ്യുന്ന വർക്ക് പ്ലേസ് അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന എൻവയോൺമെന്റ് എന്നുള്ളത് കറക്റ്റ് ആ ഒരു സേഫ് ആയിട്ട് വർക്കിംഗ് കണ്ടീഷനിൽ പോകുന്നുണ്ടോ എന്നുള്ളത് എല്ലാ കാര്യങ്ങളും. അപ്പൊ അതിന് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് 2 കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പൊ അതിൽ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും, ഈ 2 ഒഴികെയുള്ള ബാക്കി എല്ലാ കാര്യങ്ങളും, 2 എന്ന് പറയുന്നത് പേഴ്സണൽ, രണ്ടാമത്തായിട്ട് വരുന്നത് പേഴ്സണൽ സേഫ്റ്റിയാണ്, മൂന്നാമത്തായിട്ട് വരുന്നത് മെഷീൻ സേഫ്റ്റിയാണ്. അപ്പൊ ഈ പേഴ്സണൽ സേഫ്റ്റി ഒഴികെയും അത് അടുത്ത് കഴിഞ്ഞ് മെഷീൻ സേഫ്റ്റിയും, ഈ 2 അല്ലാതെ ബാക്കി എല്ലാ കണ്ടീഷൻസും ഒരുപോലെ, എല്ലാ കണ്ടീഷൻസും എന്ത് ചെയ്യുന്നുണ്ടോ ഒരുപോലെ സേഫ് ആയിട്ട് നടന്നു പോകുന്നുണ്ടോ എന്ന് നോക്കുന്നതാണ് നമ്മൾ എന്ത് പറയുന്നത്? ജനറൽ സേഫ്റ്റി എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഹൗസ് കീപ്പിംഗ് ഒക്കെ ഇതിൽ വരുന്നതാണ് അല്ലെ. ജനറൽ സേഫ്റ്റിയുടെ കാര്യത്തിൽ വരുന്നതാണ് ഈ ഹൗസ് കീപ്പിംഗ് ഒക്കെ പറയുന്നത്. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന സ്ഥലം നമ്മൾ ഇതെന്താണ് വൃത്തിയിൽ കൊണ്ടു നടക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ അവിടെ സാധനം എങ്ങനെയായാലും അവിടെ ഒരു വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ അതെല്ലാം എന്താണ്? ഒരു ഓർഡർ ആയിട്ട് അറേഞ്ച്മെന്റ് ആയിട്ട് കൊണ്ടു നടക്കുക എന്നുള്ളത് അത് സേഫ്റ്റിയുടെ ഭാഗമാണ്. കാരണം അങ്ങനെ നിൽക്കുമ്പോഴാണ് നമുക്ക് എന്ത് സംഭവിക്കുന്നത്? ഡേഞ്ചറസ് ഉണ്ടാവുന്നത്, ഇഞ്ചുറി സംഭവിക്കുന്നത്, റിസ്ക് ഉണ്ടാവുന്നത്, അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ സംഭവിക്കുന്നത് ഇതൊരു കറക്റ്റ് കൊണ്ട് നടക്കുക അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് നടക്കാത്തതുകൊണ്ടാണ് അല്ലെ. അപ്പൊ അതാണ് നമ്മൾ എന്താ പറയുന്നത്? ജനറൽ സേഫ്റ്റിയിൽ ഒന്നാമതായിട്ട് പറയുന്നത്. അങ്ങനെയുള്ള സേഫ്റ്റി മൊത്തമായിട്ട് ജനറൽ സേഫ്റ്റിയിലേക്ക് നമുക്ക് പറയാം. രണ്ടാമതായിട്ട് നമ്മൾ പറയുന്നത് പേഴ്സണൽ സേഫ്റ്റി എന്നാണ് പറയുന്നത്. പേഴ്സണൽ സേഫ്റ്റി എന്നാണ് പറയുന്നത്. പേഴ്സണൽ സേഫ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആ വർക്ക് ചെയ്യുന്ന ആൾ ആരാണോ ആ ആളുടെ സേഫ്റ്റി, ആ ഒരു വർക്ക് ചെയ്യുന്ന ആള് അയാളുടെ സേഫ്റ്റി എന്ന് പറയുമ്പോൾ അയാൾ ഇപ്പം ഉള്ളവരൊക്കെ സേഫ്റ്റിയാണ്. അതായത് അയാൾക്ക് എടുക്കുന്ന സേഫ്റ്റി എന്ന് പറയുന്നത് അയാളുടെ കൂടെ ഉള്ളവരും ആ ഒരു വർക്കിന്റെയും അല്ലെങ്കിൽ ആ ഒരു എൻവയോൺമെന്റിന്റെയും മൊത്തമായിട്ടുള്ള സേഫ്റ്റിയാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ആ ഒരാളുടെ സേഫ്റ്റി എന്താണോ അല്ലെങ്കിൽ ആ ആൾക്ക് വർക്ക് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാവുന്ന സേഫ് ആയിട്ടുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ പേഴ്സണൽ സേഫ്റ്റിയിൽ നോക്കുന്നത്. ഇപ്പൊ നമ്മൾ ധരിക്കുന്ന ഷൂസ് ആയാലും, നമ്മൾ ധരിക്കുന്ന ഗോഗിൾസ് ആയാലും, നമ്മൾ ധരിക്കുന്ന ഹെൽമെറ്റുകളായാലും ഒക്കെ എന്താണ്? പേഴ്സണൽ സേഫ്റ്റിയിൽ വരുന്നതാണ്. നമ്മൾ ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഓരോന്നോരോന്നായിട്ട് നമുക്ക് എന്ത് പറയാം? പേഴ്സണൽ സേഫ്റ്റിയിൽ വരുന്ന ഇതൊക്കെ നമുക്ക് പറയാം. ഇപ്പൊ നമ്മൾ ജനറൽ ആയിട്ട് പറയുമ്പോൾ PPE എന്ന് പറയുന്ന പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് കിറ്റുകളെല്ലാം എന്ത് വരുന്നതാണ്? പേഴ്സണൽ സേഫ്റ്റിയിൽ വരുന്നതാണ് നമുക്ക് പറയാം. അപ്പൊ ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു ജനറൽ സേഫ്റ്റി പറഞ്ഞു, രണ്ടാമതായിട്ട് നമുക്ക് എന്ത് പറഞ്ഞു? പേഴ്സണൽ സേഫ്റ്റി എന്ന് പറഞ്ഞു അല്ലെ. ജനറൽ സേഫ്റ്റി പറഞ്ഞു, രണ്ടാമത്തെ നമ്മൾ പേഴ്സണൽ സേഫ്റ്റി പറഞ്ഞു. മൂന്നാമത്തായിട്ട് നമ്മൾ പറയുന്നതാണ് മെഷീൻ സേഫ്റ്റി എന്ന് പറയുന്നത്. അപ്പൊ 3 സേഫ്റ്റിയാണ് നമ്മൾ പറഞ്ഞത്. ഒന്നാമത്തെ ജനറൽ സേഫ്റ്റി, രണ്ടാമത്തെ പേഴ്സണൽ സേഫ്റ്റി, മൂന്നാമത്തെ സേഫ്റ്റി നമ്മൾ പറയാൻ പോകുന്നത് മെഷീൻ സേഫ്റ്റിയാണ്. മെഷീൻ സേഫ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഒരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മളൊരു വർക്ക്ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന സമയത്ത്, ഇപ്പൊ ഒരു MMB ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? ഒരുപാട് മെഷീൻസ് ഉണ്ടായിരിക്കും. ഇപ്പൊ മാനുഫാക്ചറിങ് മേഖലയിലൊക്കെ ആണെങ്കിൽ ഒരുപാട് മെഷീൻസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള മെഷീൻസുകളൊക്കെ
ആ ഒരു മിഷൻസിന്റെ കറക്റ്റ് ഓർഡറിൽ അല്ലെങ്കിൽ കറക്റ്റ് അതിന്റെ ഒരു മാനുവലൊക്കെ നോക്കിയിട്ട് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാണ് അതിന് പ്രോപ്പർ സേഫ്റ്റി മെത്തേഡിലാണ് അത് വർക്ക് ചെയ്യിപ്പിക്കുന്നതെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു മെഷീൻസിൽ നിന്നും നമുക്ക് ഉണ്ടാവുന്ന അപകടങ്ങൾ തിരിച്ചറിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അത് വർക്ക് ചെയ്യിപ്പിക്കുന്നത് എന്നുണ്ടെങ്കിൽ അല്ലെ നമുക്ക് ഒരുപാട് അപകടങ്ങൾ എന്ത് ചെയ്യാം ഒരു മെഷീനിൽ നിന്ന് സംഭവിക്കാം. ഒരു മെഷീൻ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും ഒരുപാട് അപകടങ്ങൾ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതെല്ലാം നോക്കിയിട്ട് ആ ഒരു മെഷീൻ വർക്ക് ചെയ്യിപ്പിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതാണ് നമ്മൾ എന്ത് പറയുന്നത് മെഷീൻ സേഫ്റ്റി എന്ന് പറയുന്നത്. ഇപ്പൊ ഇത് കാരണം ഈ ഒരു മെഷീൻ വർക്ക് ചെയ്യുന്ന കാരണം പേഴ്സണൽ പ്രൊട്ടക്ഷൻ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ പേഴ്സണലി നമ്മൾ പ്രൊട്ടക്റ്റഡ് ആണ്. ജനറൽ സേഫ്റ്റി പ്രകാരം ജനറലി നമ്മൾ പ്രൊട്ടക്റ്റഡ് ആണ്. പക്ഷെ നമ്മൾ എന്തുണ്ട് ഈ ഒരു മെഷീൻ കംപ്ലൈന്റ് ആയി കഴിഞ്ഞാലും നമുക്ക് ആ ഒരു നമ്മൾ വർക്ക് ചെയ്യുന്ന എൻവയോൺമെന്റിൽ അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന കമ്പനിക്ക് ഹ്യൂജ് ആയിട്ടുള്ള ലോസ് ആണ് സംഭവിക്കുന്നത്. അപ്പൊ നമ്മൾ വർക്ക് ചെയ്യുന്നതെന്ന് പറയുന്നത് നമ്മൾ ആ ഒരു കമ്പനി വർക്ക് ചെയ്യുന്നതെന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് പ്രോഫിറ്റിന് വേണ്ടിയിട്ടാണ്, അതുപോലെ തന്നെ കമ്പനിക്ക് പ്രോഫിറ്റിന് വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു മെഷീൻ കംപ്ലൈന്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഒരു മെഷീന്റെ എന്തെങ്കിലും പ്രോപ്പർ ആയിട്ടുള്ള മെയിൻ്റെനൻസ് കാര്യങ്ങളോ ഇല്ലാതെ അതിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് ഉപയോഗിക്കാതെ സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അത്രയും മാൻ പവർ അവിടെ പോവാണ്, അത്രയും വർക്ക് അവിടെ പോവാണ്, അത്രയും ഡേയ്സ് അവിടെ പോവാണ്, അത്രയും ടൈം അവിടെ പോവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അടുത്തതായിട്ട് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സേഫ്റ്റിയാണ് എന്ത് പറയുന്നത് മെഷീൻ സേഫ്റ്റി. ഇപ്പൊ ഈ രണ്ട് സേഫ്റ്റി പറഞ്ഞ പോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് അടുത്ത് എന്ത് പറയുന്നത് മെഷീൻ സേഫ്റ്റി എന്ന് പറയുന്നത്. ഇപ്പൊ ജനറൽ സേഫ്റ്റി നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞു. ഈ ഹൗസ് കീപ്പിംഗിന്റെ കാര്യങ്ങളൊക്കെ എന്താ വരുന്നത് ജനറൽ സേഫ്റ്റിയുടെ കാര്യത്തിലേക്ക് നമുക്ക് പറയാം അല്ലെ. ഹൗസ് കീപ്പിംഗ് എന്ന് പറയുന്നത് അതായത് എങ്ങനെ ആ ഒരു വർക്ക്ഷോപ്പ് കണ്ടീഷൻസ് നമ്മൾ കൊണ്ടുപോകുന്നു എന്നുള്ളത് നമുക്കൊരു ജനറൽ സേഫ്റ്റിയുടെ കാര്യത്തിൽ പറയാം. പേഴ്സണൽ സേഫ്റ്റിയുടെ കാര്യത്തിൽ പറയുമ്പോൾ നമ്മൾ പറഞ്ഞു പേഴ്സണലി നമ്മളൊരു അവിടെ എന്താണോ വർക്കറെ സേഫ്റ്റി കാര്യങ്ങൾ നോക്കുന്നത് അതാണ് നമ്മൾ പേഴ്സണൽ സേഫ്റ്റിയുടെ കാര്യത്തിൽ പറയുന്നത്. മൂന്നാമതായിട്ട് നമ്മൾ പറഞ്ഞത് മെഷീൻ സേഫ്റ്റി ആയിരുന്നു. മെഷീൻ സേഫ്റ്റിയുടെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞത് എന്താണ് നമ്മൾ ഉപയോഗിക്കുന്ന മെഷീൻസ് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന അവിടെയുള്ള മെഷീൻസ് എന്ത് ചെയ്യുന്നുണ്ട് കറക്റ്റ് ആ ഒരു മെഷീൻ വർക്ക് ചെയ്യുന്ന മാനുവലിന്റെ പ്രകാരം അല്ലെങ്കിൽ ആ മെഷീൻ വർക്ക് ചെയ്യുന്ന അതിന്റെ പ്രോപ്പർ മെയിൻ്റെനൻസ് ഒക്കെ കൊടുത്തിട്ടാണ് വർക്ക് ചെയ്യിപ്പിക്കുന്നത് എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് മെഷീൻ സേഫ്റ്റിയുടെ കാര്യത്തിൽ വരുന്നത്. അപ്പൊ നമ്മൾ മെയിൻ്റെനൻസ് നോക്കണം, ആ ഒരു മെഷീന്റെ മാനുവൽ കറക്റ്റ് ആയിട്ട് അതിനുള്ള എല്ലാ കാര്യങ്ങളും. ഇപ്പൊ നമ്മൾ ചില മെഷീൻസിനൊക്കെ പ്രോപ്പർ അറേഞ്ച്മെന്റ് ഓയിൽസ് കൊടുക്കുന്ന ആവശ്യം ഉണ്ടായിരിക്കും, ചിലതിന് എന്തുണ്ടായിരിക്കും കറക്റ്റ് ആയിട്ട് ഉപയോഗിക്കേണ്ടത് ഓരോ മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഉപയോഗിക്കേണ്ട മെഷീൻസ് ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള എല്ലാം എന്ത് ചെയ്യണം അതേപോലെ വർക്ക് ചെയ്യിച്ചിട്ട് അതിന്റെ 100% എഫിഷ്യൻസി നമുക്ക് കിട്ടുന്ന രീതിക്കാണ് മെഷീൻ ഉപയോഗിക്കുന്നത് എന്നുള്ളത് എന്താണ് ഉറപ്പ് വരുത്തിയിട്ടായിരിക്കണം വർക്ക് ചെയ്യേണ്ടത്. അതായത് 100% സേഫ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യാണ് എന്നുള്ള ഒരു ഇതിലായിരിക്കണം നമ്മൾ എന്ത് വർക്ക് ചെയ്യേണ്ടത്. അതാണ് നമ്മൾ മെഷീൻ സേഫ്റ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ 3 സേഫ്റ്റി നമ്മൾ പറഞ്ഞു. സേഫ്റ്റി ആദ്യം എന്താണ് പറഞ്ഞു, അതിന് കഴിഞ്ഞതിന് ശേഷം നമ്മൾ 3 സേഫ്റ്റിയും പറഞ്ഞു അല്ലെ. അപ്പൊ ഇതില് സേഫ്റ്റി പറഞ്ഞ സമയത്ത് ഇപ്പൊ അടുത്തൊരു എക്സാം എഴുതിയവർക്കൊക്കെ അറിയുന്നുണ്ടായിരിക്കും, നമ്മൾ ആ ക്വസ്റ്റ്യൻ ലാസ്റ്റ് ഒന്ന് പറയുന്നുണ്ട്, എന്നാലും പറയാം. ഇതേപോലെ തന്നെ എന്താണ് എന്നുള്ളത് ഒരു മീനിങ് ആയിട്ട് തന്നെ സേഫ്റ്റിയുടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. നമ്മൾ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഈ ലാസ്റ്റ് ഈ ഒരു ക്വസ്റ്റ്യന്റെ ടോപ്പിക്കിന്റെ ലാസ്റ്റ് നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് പറയാം ആ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ ഇതേപോലെ ഡെഫിനിഷൻ ആയിട്ട് വരെ എന്ത് ചെയ്യുന്നുണ്ട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് ഈ ഒരു ഭാഗങ്ങളിൽ നിന്ന്. സേഫ്റ്റിയുടെ ഭാഗമായാലും ഇനിയിപ്പോ പറയുന്ന ആക്സിഡന്റിന്റെ ഭാഗമായാലും അപ്പൊ അതൊക്കെ ഡെഫിനിഷൻ ആയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ക്വസ്റ്റ്യൻസ് PSCയുടെ ഭാഗത്ത് നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ഡെഫിനിഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ പ്രധാനമായിട്ട് പഠിച്ചു വെക്കുന്ന അല്ലെങ്കിൽ പ്രധാനമായിട്ട് ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീഡം ഓർ പ്രൊട്ടക്ഷൻ ആണ് അല്ലെ. നമുക്ക് അപകടങ്ങളിൽ നിന്നോ മറ്റുള്ള ഹസാർഡ്സിൽ നിന്നോ റിസ്കുകളിൽ നിന്നോ ആക്സിഡന്റിൽ നിന്നൊക്കെ ഒരു ഫ്രീഡമോ അല്ലെങ്കിൽ ഒരു പ്രൊട്ടക്ഷനോ ആണ് എന്ത് പറയുന്നത് സേഫ്റ്റി എന്ന് പറയുന്നത്. അപ്പൊ സേഫ്റ്റി ഉണ്ടെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഇപ്പൊ ഈ ഒരു ബോർഡ് ഈ പറയുന്ന സേഫ്റ്റി ഫസ്റ്റ് എന്ന് പറയുന്ന ഒരു ബോർഡ് നമ്മൾ എല്ലാ വർക്ക് പ്ലേസുകളിലും കാണുന്ന ഒരു ബോർഡാണ്. കാരണം എല്ലാ വർക്ക് പ്ലേസിലും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു മേഖലയാണ് എന്ത് പറയുന്നത് സേഫ്റ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് കൈകാര്യം ചെയ്യേണ്ട ഒരു മേഖലയാണ് എന്ത് പറയുന്നത് സേഫ്റ്റി എന്ന് പറയുന്നത്. കാരണം അവിടെ സേഫ് ആയിട്ട് വർക്ക് ചെയ്താലേ ഇപ്പൊ നമ്മൾ സേഫ് ആയിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിന് ഒരുപാട് പ്രശ്നങ്ങൾ വേറെ വരാനുണ്ട്. അപ്പൊ അതാണ് നമ്മൾ ഓരോന്നായിട്ട് ഇനി പറയാൻ പോകുന്നത്, ഓരോരോ അസാർട്സും കാര്യങ്ങളും ആക്സിഡന്റ്സും കാര്യങ്ങളും പറയുന്നത്. അപ്പൊ അതിലൊന്നാണ് എന്ത് പറയുന്നത് ആക്സിഡന്റ് എന്ന് പറയുന്നത്. സേഫ് ആയിട്ടല്ല വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ സംഭവിക്കുന്ന ഒന്നാമത്തെ കാര്യമാണ് എന്ത് പറയുന്നത് ആക്സിഡന്റ് എന്ന് പറയുന്നത്. ആക്സിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആക്സിഡന്റ് എന്ന് പറയുന്നത് ഒരു അൺഫോർച്ചുനേറ്റ് ഇവന്റ് ആണ്, ഇൻസിഡന്റ് ആണ് അല്ലെ. നമ്മൾ പ്രതീക്ഷിക്കാതെ നിൽക്കുന്ന സമയത്ത് അത് അൺഎക്സ്പെക്ടഡ് ആയിട്ട് അല്ലെങ്കിൽ അൺഇന്റൻഷനലി ആയിട്ട് സംഭവിക്കുന്ന ഒരു ഈവന്റ് ആണ് എന്ത് പറയുന്നത് ആക്സിഡന്റ് എന്ന് പറയുന്നത്. നമ്മൾ പ്രതീക്ഷിക്കാതെ നിൽക്കുന്ന സമയത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്യാതെ നിൽക്കുന്ന സമയത്ത് നമ്മൾ അതൊരു നടക്കണം എന്ന് കരുതിയിട്ട് നമ്മൾ ഒരിക്കലും ആക്സിഡന്റ്സ് ഉണ്ടാക്കുന്നില്ല. അപ്പൊ അങ്ങനെ ഇല്ലാതെ നിൽക്കുന്ന സമയത്ത് നമുക്ക് അൺഇന്റൻഷനൽ ആയിട്ട് സംഭവിക്കുന്ന ഒരു ഇവന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ആക്സിഡന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ സേഫ് ആയിട്ടല്ലാതെ വർക്ക് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത് ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവുന്നത്. അതായത് ആക്സിഡന്റ്സ് ഉണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മൾ സേഫ്റ്റി നോക്കുന്നില്ല അല്ലെങ്കിൽ സേഫ് ആയിട്ട് എന്ത് ചെയ്യുന്നില്ല വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളത് ഒരു കാരണമാണ്.
അപ്പൊ അതാണ് നമ്മൾ എന്ത് പറയുന്നത്, ആ ഒരു ഇവന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ആക്സിഡന്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ആക്സിഡന്റ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് ആയിട്ട് എന്താ വരുന്നത്, അവിടെ ഡാമേജ് സംഭവിക്കുന്നു. എന്തിനൊക്കെ ഡാമേജ് സംഭവിക്കാം, ആ മൊത്തം എൻവയോൺമെന്റിന് ഡാമേജ് സംഭവിക്കാം അല്ലെ. ചില സമയത്ത് ആക്സിഡന്റ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കറിയാം മൊത്തം എൻവയോൺമെന്റ്, അതായത് നമ്മൾ ആ വർക്ക് ചെയ്യുന്ന പ്ലേസിന് മൊത്തം ചിലപ്പോൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, അപകടങ്ങൾ സംഭവിക്കാനുള്ള. ഇപ്പൊ ഒരു ആക്സിഡന്റ് ആയിട്ട് ഒരു ഫയർ ഉണ്ടായി കഴിഞ്ഞു എന്ന് കരുതി കഴിഞ്ഞാൽ അത് നമ്മൾ ആ വർക്ക് ചെയ്യുന്ന പ്ലേസിന് മൊത്തം അപകടങ്ങൾ സംഭവിക്കാനുള്ള കാരണമാണ്. അല്ലെങ്കിൽ ഇഞ്ചുറി സംഭവിക്കാം. ഇഞ്ചുറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇപ്പൊ നമുക്ക് പല രീതിയിലുള്ള മുറിവേൽക്കാം, അല്ലെങ്കിൽ വേറെ രീതിയിൽ മുറിവേൽക്കുന്നത്, പൊള്ളലേൽക്കുന്നതൊക്കെ നമുക്ക് എന്താണ് ഇഞ്ചുറി സംഭവിക്കുന്നതാണ് പറയാം. അല്ലെങ്കിൽ എന്താണ്, ഹാർട്ട് അറ്റാക്ക് പോലത്തെ അസുഖങ്ങൾ വരാം, അല്ലെങ്കിൽ നമുക്ക് എന്താ പെട്ടെന്ന് ഷോക്ക് ഏൽക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാം. അപ്പൊ ഇഞ്ചുറി സംഭവിക്കാനും കാരണമാകുന്നുണ്ട്. അപ്പൊ അതാണ് ആക്സിഡന്റ് എന്ന് പറയുന്നത്. ആക്സിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അൺഫോർച്ചുനേറ്റ് ഇൻസിഡന്റ് ആണ്, അൺഎക്സ്പെക്ടഡ്ലി അൺഇന്റൻഷ്യലി സംഭവിക്കുന്ന ഒരു ഇൻസിഡന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, അല്ലെങ്കിൽ ഈവന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ആക്സിഡന്റ് എന്ന് വിളിക്കുന്നത്. ഈ ആക്സിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കുന്നു, ഒരു ഡാമേജോ ഒരു ഇഞ്ചുറിയോ ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടാവുന്നു എന്ന് പറയുന്നു. ഇനി നമ്മളിപ്പോ ആക്സിഡന്റ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ പിന്നീട് നോക്കേണ്ടത് ഒക്യുപ്പേഷണലി, അതായത് നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന അവിടെ കുറച്ച് കാരണങ്ങൾ ഉണ്ടാവില്ല. ഇപ്പൊ ഒരു ആക്സിഡന്റ് ഉണ്ടാവാനുള്ള കാരണം, ഇപ്പൊ നമ്മൾ പറഞ്ഞു സേഫ്റ്റി പറഞ്ഞു അല്ലെ, സേഫ്റ്റി 3 ടൈപ്പ് പറഞ്ഞു. ആ സേഫ്റ്റി 3 ടൈപ്പിൽ നമ്മൾ 3 പ്രൊട്ടക്ഷൻ ടൈപ്പുകളാണ് പറഞ്ഞത്. അതായത് 3 തലത്തിലേക്ക് നമ്മൾ കൊടുക്കേണ്ട പ്രൊട്ടക്ഷൻസ് ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഒക്യുപ്പേഷനിൽ നമുക്ക് എന്തൊക്കെ ഹസാർഡ്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഒക്യുപ്പേഷൻ ഹസാർഡ് എന്താണ് എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പൊ ഒക്യുപ്പേഷണൽ ഹസാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഒരു സോഴ്സോ അല്ലെങ്കിൽ സിറ്റുവേഷനോ ആണ്. ഒന്നെങ്കിൽ ഒരു സോഴ്സോ അല്ലെങ്കിൽ സിറ്റുവേഷനോ ആണ് എന്ത് പറയുന്നത്. ഇപ്പൊ നമ്മളൊരു അപകടം ഉണ്ടാവാൻ കാരണമായിട്ടുള്ള ഒരു സോഴ്സ്, അല്ലെങ്കിൽ അപകടം ഉണ്ടാവാനുള്ള കാരണം, സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണല്ലോ. ഈ ഒരു അപകടം നടക്കാനുള്ള കാരണം അല്ലെങ്കിൽ അതിനുണ്ടാവുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒക്യുപ്പേഷണൽ ഹസാർഡ് എന്ന് പറയുന്നത്. അപ്പൊ അപകടം നടക്കാനുള്ള ഒരു കാരണം അല്ലെങ്കിൽ അപകടം ഉണ്ടാവാനുള്ള ഒരു സിറ്റുവേഷൻ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഒക്യുപ്പേഷണൽ ഹസാർഡ് എന്ന് വിളിക്കുന്നത്. ഇപ്പൊ ഇങ്ങനെ ഒരു അപകടം ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ ഇഞ്ചുറി സംഭവിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൽ ഹെൽത്ത് എന്തെന്നുണ്ട്, ആരോഗ്യപരമായ അല്ലെങ്കിൽ അനാരോഗ്യമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇപ്പൊ ഇഞ്ചുറി സംഭവിക്കുന്നതിന്റെ കൂടെ തന്നെ ചിലവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കൈ കാലുകളൊക്കെ നഷ്ടപ്പെടുന്നുണ്ട് ആക്സിഡന്റ് സംഭവിച്ചു കഴിഞ്ഞാൽ. അപ്പൊ അതെല്ലാം നമുക്ക് പിന്നീട് ആരോഗ്യ പ്രശ്നങ്ങൾ എന്ത് ചെയ്യുന്നത്, പിന്നീടുള്ള ജീവിതകാലം മൊത്തം ഇതൊരു പ്രശ്നങ്ങളായിട്ട് കൊണ്ടു നടക്കുന്ന കാര്യങ്ങളല്ലേ. അപ്പൊ ഇതെല്ലാം ഹസാർഡ്സ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് സംഭവിക്കുന്നതാണ്. അതേപോലെ തന്നെ ഡാമേജ് ടു പ്രോപ്പർട്ടി. ഡാമേജ് ടു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ആ വർക്ക് ചെയ്യുന്ന പ്ലേസിന് മൊത്തം പ്രശ്നങ്ങൾ വരികയാണ്, അല്ലെങ്കിൽ ആ ഒരു പ്രോപ്പർട്ടിക്ക് പ്രശ്നം വരികയാണ്. പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു മെഷീനാണ് വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു മെഷീന് കംപ്ലൈന്റ് വരികയാണ്. അതുപോലെ തന്നെ ഡാമേജ് ടു വർക്ക് പ്ലേസ് എൻവയോൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ വർക്ക് ചെയ്യുന്ന സ്ഥലത്തിന് പ്രശ്നങ്ങൾ വരികയാണ്. അപ്പൊ അതുപോലെ ഓരോ പ്രോബ്ലംസ് എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്, അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ വരുന്നുണ്ട്. അപ്പൊ അതാണ് നമ്മളൊരു ഹസാർഡ് എന്ന് പറയുന്നത്. ഹസാർഡിന്റെ കാരണം, ഹസാർഡ് എന്ന് പറയുന്നത് എന്താണ്, ഇതുപോലെ ഇഞ്ചുറി ഉണ്ടാവുന്നതോ അല്ലെങ്കിൽ പ്രോപ്പർട്ടിക്ക് ഡാമേജ് ഉണ്ടാവുന്നതോ വർക്ക് പ്ലേസിന് ഡാമേജ് ഉണ്ടാവുന്നതോ ആയിട്ടുള്ള ഇവന്റിന്, അതിന് കാരണമായിട്ടുള്ള ഒരു സോഴ്സിനെയോ സിറ്റുവേഷനെയോ ആണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഒക്യുപ്പേഷണൽ ഹസാർഡ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇനി ഡിഫറെന്റ് ടൈപ്സ് ഹസാർഡ്സ് ഉണ്ട്. ഡിഫറെന്റ് ടൈപ്സ് ഹസാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല വിധത്തിലുള്ള കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഇതുപോലെയുള്ള അപകടങ്ങൾ സംഭവിക്കാൻ കാരണമാകുന്നത്. പല വിധത്തിലുള്ള കാരണങ്ങൾ ഉണ്ട്. പല വിധത്തിലുള്ള കാരണങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഈ ഒരു ഭാഗം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് പഠിച്ചിരിക്കേണ്ട ഭാഗമാണ്. കാരണം ഇതിൽ പറയുന്ന ഓരോ വേർഡും, അതായത് ഇതിൽ പറയുന്ന ഓരോ ഹസാർഡ്സും നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാൻ ചാൻസ് ഉള്ളതാണ്. കാരണം ഇപ്പൊ നമുക്ക് കഴിഞ്ഞ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നോക്കിയപ്പോൾ തന്നെ ഇതിൽ പറയുന്ന ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ, അല്ലെങ്കിൽ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറുകൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അറിയാം, പ്രധാനമായിട്ടും ഇൻസ്ട്രക്ടർ എക്സാമുകളുടെ ക്വസ്റ്റ്യൻ പേപ്പർ, ഇൻസ്ട്രക്ടർ എക്സാമുകളുടെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ എടുത്ത് നോക്കിയാൽ മതി. അതായത് ഇപ്പൊ ഇലക്ട്രീഷ്യൻ ഇൻസ്ട്രക്ടർ ആണെങ്കിൽ MMB, മെക്കാനിക് ഡീസൽ, ഇതൊക്കെ എഴുതിയ ആൾക്കാർക്ക്, മെക്കാനിക് ഡീസൽ എഴുതിയ ആൾക്കാർക്കും MMB മുന്നേ എഴുതിയ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് നോക്കിക്കഴിഞ്ഞാൽ അറിയുന്നുണ്ടായിരിക്കും. ഇതുപോലെയുള്ള സേഫ്റ്റി പരമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട്, ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നുണ്ട്. പോരാത്തതിന് നമ്മളിപ്പോ ഓപ്പറേറ്റർ എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു, ഇപ്പൊ ഒരു ഓപ്പറേറ്റർ എക്സാം എഴുതിയിട്ടുണ്ട്. അപ്പൊ അതിലൊക്കെ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുന്നുണ്ട്, സേഫ്റ്റിയിൽ നിന്നും വരുന്നുണ്ട്. അതിൽ തന്നെ ഹസാർഡ്സിൽ നിന്നും പല ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പൊ ഇനി നോക്കേണ്ടത് നമുക്ക് ഏതൊക്കെയാണ് ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ സോഴ്സ് എന്നുള്ളതാണ് നോക്കേണ്ടത്. അപ്പൊ ആ ഒരു സോഴ്സിനെ നമ്മൾ പലതായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ പല രീതിയിലേക്ക് തരംതിരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ ഒന്നാമത്തെ പറയുന്നത് ഫിസിക്കൽ ഹസാർഡ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ഫിസിക്കലി നമുക്കുണ്ടാവുന്ന കുറച്ച് പ്രോബ്ലംസ് വെച്ചിട്ട് നമ്മൾ അതിനെ ഫിസിക്കൽ ഹസാർഡ് എന്നുള്ള ഒരു കാറ്റഗറി ആയിട്ട് തരംതിരിച്ചു. എന്തൊക്കെയാണ് ഫിസിക്കൽ ഹസാർഡിൽ വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് എന്തൊക്കെയാണ് ഈ ഹസാർഡ്സ് എന്ന് നോക്കാം. രണ്ടാമത്തായിട്ട് വരുന്നത് കെമിക്കൽ ഹസാർഡ് വരുന്നത്. രണ്ടാമത്തെ ഹസാർഡ് എന്ന് പറയുന്നത് എന്ത്,
കെമിക്കൽ അസാഡ് എന്ന് പറയുന്നത്, അതായത് കെമിക്കൽ അസാഡ്, കെമിക്കലി നമുക്ക് അല്ലെങ്കിൽ കെമിക്കൽ അറേഞ്ച്മെന്റ് കൊണ്ടോ കെമിക്കൽ റിയാക്ഷൻസ് മൂലമോ അല്ലെങ്കിൽ കെമിക്കലി നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ശരീരത്തിൽ വരുന്നതും അതുപോലെ തന്നെ നമുക്ക് സംഭവിക്കാവുന്നതുമായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളാണ് നമ്മൾ അതിൽ പറയുന്നത് കെമിക്കൽ അസാഡ്സിൽ പറയുന്നത്. ഇനി അടുത്തതായിട്ട് പറയുന്നത് ബയോളജിക്കൽ അസാഡാണ്. ബയോളജിക്കൽ അസാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും നമുക്കറിയാം. ഇപ്പൊ നമ്മളൊരു ബയോളജിക്കൽ അസാഡിൽ ഇവിടെ കടന്നു പോവുമായിരുന്നു വൈറസ് എന്ന് പറയുന്നത് ബയോളജിക്കൽ അസാഡ് അല്ലെ. COVID-19 എന്ന് പറയുന്ന വൈറസിന്റെ ബയോളജിക്കൽ അസാഡ് ആയിരുന്നു. അത് ലോകം മൊത്തം ഒരു പ്രശ്നമായിട്ട് കൊണ്ടുവരുന്നതായിരുന്നു. അപ്പൊ അതുപോലെയുള്ള ബയോളജിക്കൽ അസാഡ്സ്, പല അസാഡ്സും എന്ത് ചെയ്യുന്നുണ്ട്, പല സ്ഥലങ്ങളിലായിട്ട് സംഭവിക്കുന്നുണ്ട്. അതാണ് നമ്മൾ എന്ത് പറയുന്നത്, അല്ലെങ്കിൽ പല ഇൻഡസ്ട്രിയിലും സംഭവിക്കുന്ന അസാഡുകളുണ്ട്, ബയോളജിക്കലി സംഭവിക്കുന്ന അസാഡുകളുണ്ട്. അതാണ് നമ്മൾ ബയോളജിക്കൽ അസാഡ് എന്ന കാറ്റഗറിയിലേക്ക് ഇടുന്നത്. നോക്കാം നമുക്ക് ഏതൊക്കെയാണ് അതിൽ വരുന്നതെന്ന് നോക്കാം. ബാക്കി ഇപ്പൊ നമ്മൾ വൈറസ് ഒന്ന് പറഞ്ഞു, അതുപോലെ വരുന്ന ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇനി അടുത്തത് വരുന്നത് ഫിസിയോളജിക്കൽ അസാഡാണ് അടുത്തത് വരുന്നത്. ഫിസിയോളജിക്കൽ അസാഡ് വരുന്നുണ്ട്, അതുപോലെ തന്നെ സൈക്കോളജിക്കൽ അസാഡും വരുന്നുണ്ട്. ഫിസിയോളജിക്കൽ അസാഡും അതായത് നമ്മളെ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ മൂലം ഫിസിയോളജിക്കൽ അസാഡും, പിന്നെ സൈക്കോളജിക്കൽ അസാഡ് എന്ന് പറഞ്ഞാൽ അതും നമ്മൾ ആരോഗ്യപരമാണ്, പക്ഷെ നമ്മുടെ മെന്റലി കാര്യങ്ങളായിട്ട് വരുന്ന നമ്മളെ സിറ്റുവേഷൻ അനുസരിച്ച് വരുന്നത് സൈക്കോളജിക്കൽ അസാഡും വരുന്നു അല്ലെ. ഇതെല്ലാം ഒരു വർക്കറെ അപേക്ഷിച്ച് നോക്കുമ്പോഴാണ് നമ്മൾ ഇതൊക്കെ പറയുന്നത്. അവിടെ ഒരു വർക്കറാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ അസാഡ്സിനെല്ലാം കാറ്റഗറി ചെയ്യുന്നത്, ഓരോ അസാഡും നമ്മൾ പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കുമ്പോൾ എല്ലാം മനസ്സിലാവും, ഓരോരോ അസാഡ് എന്താ നോക്കുമ്പോൾ ഓരോന്നിനും അതിൻ്റെതായത് ഏതൊക്കെയാണെന്നുള്ളത് നോക്കുമ്പോൾ. ഇനി അടുത്തത് പറയുന്നത് മെക്കാനിക്കൽ അസാഡാണ് അല്ലെ. മെക്കാനിക്കൽ അസാഡ്, മെക്കാനിക്കലി അതായത് ഒരു മിഷൻ വർക്ക് ചെയ്യുമ്പോൾ ഒക്കെ മെക്കാനിക്കലി നമുക്ക് അവിടെ കാണുന്ന കുറച്ച് അസാഡ്സ് ഏതൊക്കെ എന്നതാണ് മെക്കാനിക്കൽ അസാഡിൽ നമ്മൾ പറയുന്നത്. പിന്നീട് നമുക്ക് നോക്കാനുള്ളതാണ് ഇലക്ട്രിക്കൽ അസാഡ് എന്ന് പറയുന്നത്. ഇലക്ട്രിക്കലി നമുക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, ഇലക്ട്രിക്കലി നമുക്ക് ഉണ്ടാവുന്നത് ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയുന്ന ഭീമമായിട്ടൊരു പ്രശ്നം നമ്മളെ ഇപ്പൊ ഉണ്ട് അല്ലെ. തീപിടുത്തം ഉണ്ടായി കഴിഞ്ഞാൽ, അതായത് ഫയർ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അപ്പൊ കേൾക്കുന്ന ഒരു വേർഡാണ് എന്ത് പറയുന്നത്, ഇലക്ട്രിക്കൽ ഹസാർഡ്, അതായിട്ടുള്ള ഷോർട്ട് സർക്യൂട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇതുപോലെയുള്ള പല ഹസാർഡ്സും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. അപ്പൊ ഇലക്ട്രിക്കൽ ഹസാർഡ് തന്നെ നമ്മൾ പല രീതിയിലുള്ള ഷോക്ക് ഏൽക്കുക എന്നുള്ളത് ഒരു ഇലക്ട്രിക്കൽ ഹസാർഡായിട്ട് നമുക്ക് പറയാവുന്നതാണ്. അപ്പൊ അതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ ഇതിൽ പറയാം ഏതൊക്കെയാണ് ഇലക്ട്രിക്കൽ ഹസാർഡ്സ് വരുന്നത് നോക്കാം. ലാസ്റ്റ് ആയിട്ട് നമ്മുടെ എർഗണോമിക് ഹസാർഡ്സ്, നമ്മളിപ്പോ 8 ഹസാർഡ്സ് ആണ് മൊത്തം പറഞ്ഞത്. ഫിസിക്കൽ അസാഡ് എന്ന് തുടങ്ങിയിട്ട് ലാസ്റ്റ് എർഗണോമിക് അസാഡ് വരെ എത്തി. ലാസ്റ്റ് അസാഡാണ് നമ്മൾ എന്ത് പറഞ്ഞത്, എർഗണോമിക് അസാഡ് എന്ന് പറഞ്ഞത്. എർഗണോമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ വർക്ക് ചെയ്യുന്ന വർക്കിംഗ് അറ്റ്മോസ്ഫിയറിൽ വരുന്ന, ഇപ്പൊ നമ്മൾ നേരത്തെ ജനറൽ സേഫ്റ്റിയിൽ പറഞ്ഞില്ലേ, അപ്പൊ ആ ഒരു ജനറൽ സേഫ്റ്റിയിൽ വരുന്ന ഏകദേശം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എർഗണോമിക് അസാഡിൽ വരുന്നത്. ആ ഒരു വർക്കിംഗ് എൻവയോൺമെന്റ് വെച്ചിട്ട്, വർക്ക് ചെയ്യുന്ന പ്ലേസ് വെച്ചിട്ട്, അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലം വെച്ചിട്ട് എന്ത് ചെയ്യാണ്, അവിടെ വെച്ച് പറയുന്ന അസാഡ്സിനെയാണ് നമ്മൾ എർഗണോമിക് അസാഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ 8 നോക്കി, ഏതൊക്കെ 8 പറഞ്ഞത്, ഒന്ന് ഫിസിക്കൽ അസാഡ്, കെമിക്കൽ അസാഡ്, ബയോളജിക്കൽ അസാഡ്, സൈക്കോളജിക്കൽ അസാഡ്, ഫിസിയോളജിക്കൽ അസാഡ്, മെക്കാനിക്കൽ അസാഡ്, ഇലക്ട്രിക്കൽ അസാഡ്, എർഗണോമിക് അസാഡ്. അപ്പൊ ഇതെല്ലാം എന്താണെന്നുള്ള ബ്രീഫായിട്ടൊന്ന് നമുക്ക് ഓരോന്നും പറഞ്ഞു അല്ലെ, എന്തൊക്കെയാണ് ആ ഒരു അസാഡിൽ വരുന്നത് എന്ന് പറഞ്ഞു. ഇനി നമുക്ക് നോക്കേണ്ടത് ഓരോ ഹസാർഡ്സും എന്താണ് എന്നുള്ളതാണ് നോക്കുന്നത്. അല്ലെങ്കിൽ ഓരോ ഹസാർഡ്സിലും നമുക്ക് ഉണ്ടാവുന്ന അല്ലെങ്കിൽ അതിന് കാരണമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പൊ ഫിസിയോളജിക്കൽ അസാഡ് അല്ലെങ്കിൽ ഫിസിക്കൽ അസാഡ്സ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഫിസിക്കൽ അസാഡ്സ് നമ്മൾ പറയുമ്പോൾ അതിന് താഴെ അല്ലെങ്കിൽ ഫിസിക്കൽ അസാഡ്സ് എന്തൊക്കെ രീതിയിലാണ് നമുക്കൊരു ഫിസിക്കൽ അസാഡ്സ് ഉണ്ടാവുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കണം. അപ്പോൾ എന്തൊക്കെ രീതിയിലാണ് നമ്മളൊരു ഫിസിക്കൽ അസാഡ്സ് പറയുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കണം. ഇപ്പൊ നമുക്കറിയുന്നോ, ഫിസിക്കൽ അസാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കലി നമ്മളൊരു ഇപ്പൊ ഒരു വർക്കറെ സംബന്ധിച്ചിടത്തോളം ഫിസിക്കലി ഉണ്ടാവുന്ന അസാഡാണ് നമ്മൾ ഫിസിക്കൽ അസാഡ്സ് എന്ന് പറയുന്നത്. ഇപ്പോ ഒരു ചിത്രത്തിൽ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ ആദ്യത്തെ ഒരു പോയിന്റ് ആയി തന്നെ നമുക്ക് പറയാം, നോയ്സ് എന്ന് പറയുന്നത്. നോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വളരെ ഭീമമായ സൗണ്ട് നമുക്ക് കേൾക്കാണ് അല്ലെ. ഇപ്പൊ നമ്മളൊരു വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു മിഷന്റെ അടുത്തിരുന്ന് വർക്ക് ചെയ്യാണ്, അല്ലെങ്കിൽ മിഷന്റെ അടുത്തിരുന്നിട്ട് അല്ലെങ്കിൽ മിഷൻ വെച്ചൊരു റൂമിൽ ഇരുന്നിട്ട് വർക്ക് ചെയ്യാണ്. അപ്പൊ നമ്മളൊരു ഭീമമായിട്ടുള്ള സൗണ്ട് ഇപ്പൊ നമുക്ക് കേൾക്കുന്ന സമയത്ത് നമുക്കറിയാം, നമ്മളെ ചെവിക്ക് കേൾക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സൗണ്ട് ലെവൽ ഉണ്ട് അല്ലെ, ഒരു നോയ്സ് ലെവൽ ഉണ്ട്, അല്ലെങ്കിൽ ഒരു സൗണ്ട് ലെവൽ ഉണ്ട്. അപ്പൊ ഇതിലും കൂടുതലുള്ള സൗണ്ട് എന്ത് ചെയ്യാണ്, നമ്മൾ കണ്ടിന്യൂസ്ലി കേട്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ അത് കേൾവി ശക്തിക്ക് തന്നെ പ്രോബ്ലംസ് ആയി വരുന്നതാണ്. അപ്പൊ അതൊരു അപകടമാണ്. ഒരു വർക്കറെ കേൾവി ശക്തിക്ക് അപകടം സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്, അപ്പൊ അതൊരു സ്കിൽഡ് ആയിട്ടുള്ള വർക്കറാണ്, അല്ലെങ്കിൽ നമ്മളൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വർക്കറാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അത്രയും വർക്കിന്റെ എഫിഷ്യൻസി കുറയാണ്, അതൊരു അപകടമാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ അതാണ് ഒന്നാമത്തെ നോയ്സ് എന്ന് പറയുന്നത്. ഇനി നോയ്സ് ഇത് മാത്രമല്ല നോയ്സിന്റെ പ്രോബ്ലം ഉള്ളത്. ഇപ്പൊ ചില സ്ഥലങ്ങളിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത്, നമ്മൾ ഒരു വർക്ക്ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ നമ്മളടുത്തൊരു മെഷീൻ കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എന്നിട്ട് നമ്മൾ സൗണ്ട് കേട്ടോണ്ടേയിരിക്കുകയാണ്. ഇപ്പൊ നമ്മളത് കേട്ടോണ്ടേയിരിക്കുന്ന ആൾക്ക് കുറെ സമയം ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ അവിടെ ഇറിറ്റേഷൻ സംഭവിക്കാം, കുറെ സമയം കേട്ടോണ്ടിരിക്കുമ്പോൾ ഇറിറ്റേഷൻ സംഭവിക്കാം.
അയാളുടെ വർക്കിലെ കോൺസെൻട്രേഷനെ അത് കാര്യമായിട്ട് ബാധിക്കും. ആ ഒരു കുറെ സമയത്ത് ഇതൊരു പ്രശ്നമായിട്ട് കുറെ സമയത്ത് ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടായിരിക്കും. നമുക്കൊക്കെ സാധാരണ ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ നമ്മളെല്ലാം വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇറിറ്റേഷൻ ആയിട്ട് ഒരു നോയ്സ് കേട്ടോണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സൗണ്ട് കേട്ടോണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കൊക്കെ സംഭവിക്കുന്നതാണ് ഈ ഒരു ഇറിറ്റേഷൻ സംഭവിക്കുന്നത്. നമ്മൾ വർക്കിൽ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കില്ല, കറക്റ്റ് ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കില്ല. അപ്പൊ അതും ഒരു അപകടത്തിന് കാരണമാണ് അല്ലെ. അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ചെയ്യാതെ വർക്ക് ചെയ്യുക എന്നുള്ളതും ഒരു അപകടത്തിന് കാരണമാണ്. അപ്പൊ ഒന്നാമത്തെ കാര്യമായിട്ട് നമ്മൾ ഫിസിക്കൽ അസാർട്ടിൽ പറയുന്നത് നോയ്സ് എന്നുള്ള ഒരു കാര്യം നമുക്ക് ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് പറയാം. ഇപ്പൊ ഇങ്ങനെ പറയുന്ന ഓരോ പോയിന്റും എടുത്ത് PSC ചോദിക്കാറുണ്ട്. ഇപ്പൊ നമുക്കറിയാം, നമ്മളിപ്പോ ITI ലെവൽ എക്സാം ആണ് പഠിക്കുന്നത്. കാരണം ഡിപ്ലോമ ലെവൽ എക്സാമിന് അല്ലെങ്കിൽ ഡിപ്ലോമ ലെവൽ വെച്ചിട്ടായിരിക്കും ഒട്ടുമിക്ക ആൾക്കാരും ഇതിലിപ്പോ ഇത് കൊടുത്തിട്ടുണ്ടായിരിക്കും, അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരിക്കാം. പക്ഷെ ഇത് ശരിക്കും ഒരു എന്താണ് ITI ലെവൽ എക്സാം ആണ് നമുക്ക് എഴുതാൻ ചാൻസ് ഉള്ളത്. കാരണം ഇതിൽ ITI കഴിഞ്ഞവർക്കും എക്സാം എഴുതാം. അപ്പൊ നമ്മളവിടെ ഇങ്ങനെ ഒരു ITI കഴിഞ്ഞ് അല്ലെങ്കിൽ ITI ലെവൽ എക്സാം നടക്കുന്ന സമയത്തൊക്കെ നമ്മളിപ്പോ ഒരു പാറ്റേൺ ഒരു ഫോം പറഞ്ഞിട്ടില്ലേ, നമ്മളിപ്പോ ഫോളോ ചെയ്യുന്ന ഒരു പാറ്റേൺ അല്ലെങ്കിൽ PSC ഫോളോ ചെയ്യുന്ന ഒരു പാറ്റേൺ എന്ന് പറയുന്നത് നിമി പാറ്റേൺ ആണെന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ. അപ്പൊ നിമി പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ITI ഫോളോ ചെയ്യുന്ന ബുക്കുകൾ, NCVTയുടെ ബുക്കുകളൊക്കെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നതെന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. അപ്പൊ അതിനകത്തൊക്കെ കൊടുത്തിട്ടുള്ള ഇതുപോലത്തെ പോയിന്റുകളൊക്കെ കറക്റ്റ് അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു പോയിന്റുകളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് അതുപോലെ തന്നെ ഓർത്ത് വെക്കുക. അതായത് ഈ ഒരു ഫിസിക്കൽ അസാർട്ടിന് താഴെ വരുന്ന ഏതൊക്കെയാണ് ആ പോയിന്റ് എന്നുള്ളത് കറക്റ്റ് ആയിട്ട്, ഏതൊക്കെയാണ് ആ ഫിസിക്കൽ അസാർട്ടിൽ വരുന്നത് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് ഓരോ പോയിന്റ് എന്ത് ചെയ്യാം, പഠിച്ചു വെക്കാം. അപ്പൊ നമുക്ക് ആ ഒരു എക്സാം എഴുതുന്ന സമയത്ത് ഇപ്പൊ നമുക്കിത് കേട്ടാൽ അറിയാം, ഓരോന്നും ഫിസിക്കൽ അസാർട്ട് എന്താണെന്നുള്ളത് കേട്ടാൽ നമുക്ക് മനസ്സിലാവും. പക്ഷെ എക്സാം എഴുതുന്ന സമയത്ത് ഒന്നും കൂടി ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ക്യാച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. രണ്ടാമത്തായിട്ട് വരുന്നത് ഹീറ്റ് ആൻഡ് കോൾഡ് സ്ട്രെസ് എന്നാണ്. ഹീറ്റ് ആൻഡ് കോൾഡ് സ്ട്രെസ് എന്നാണ് വരുന്നത്. ഇപ്പൊ നമുക്കറിയാം ഹീറ്റ് ആൻഡ് കോൾഡ് സ്ട്രെസ് അല്ലെ, തണുപ്പ് ചൂട്. അതായത് നമ്മളിപ്പോ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ഓവർ തണുപ്പോ അല്ലെങ്കിൽ ഓവർ ചൂടോ ഉണ്ടാവുകയാണെങ്കിൽ എന്താണ്, നമുക്ക് അവിടെ വർക്ക് ചെയ്യുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നോർമൽ ടെമ്പറേച്ചറിൽ നിന്നും ഇപ്പോഴൊക്കെ നമുക്കറിയാം, നമ്മളിപ്പോ ഒരു ഉച്ച സമയത്തൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം, നമ്മളൊരു ഓവർ ഹീറ്റിൽ വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് അവിടെ നമ്മൾ വർക്ക് ചെയ്യുന്നതിന് അത്രയും ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടായിരിക്കും. നമ്മൾ ഇപ്പൊ ഈ സമയത്ത് തന്നെ നമുക്ക് വർക്ക് ചെയ്യുന്നതിന് എന്തുണ്ടായിരിക്കും, ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ഇപ്പൊ തന്നെ നമുക്ക് ഇപ്പോഴത്തെ ടെമ്പറേച്ചർ വെച്ചിട്ട് തന്നെ നമുക്ക് പറയാവുന്നതാണ്. അത് നമ്മൾ ഇരിക്കുന്ന ആ ഒരു സ്ഥലത്തിന്റെ പ്രശ്നങ്ങൾ വെച്ചിട്ട് നമ്മൾ ഓവർ ഹീറ്റ് ആണെങ്കിൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഓവർ കോൾഡ് ആണെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കും. കൂടുതൽ ചൂടുള്ള സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യുന്നതും അതുപോലെ തന്നെ കൂടുതൽ തണുത്ത സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യുന്നതും എന്താണ്, പ്രോബ്ലമാണ്. അപ്പൊ ചൂടുള്ള സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യുന്നതും തണുത്ത സ്ഥലങ്ങളിലും വർക്ക് ചെയ്യുന്നത്, അതാണ് നമ്മൾ പറയുന്നത് ഹീറ്റ് ആൻഡ് കോൾഡ് സ്ട്രെസ് എന്ന് പറയുന്നത്. ഹീറ്റ് ആൻഡ് കോൾഡ് സ്ട്രെസ് എന്ന് പറയുന്നത് ഹീറ്റും അതുപോലെ തന്നെ ചൂടും അതുപോലെ തന്നെ തണുപ്പും എന്താണ് നമുക്കൊരു പ്രോബ്ലം ആയിട്ട് വർക്ക് ചെയ്യുന്നതിന് ഒരു പ്രോബ്ലം ആയിട്ട് വരുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ അതൊരു ഹസാർഡിന് കാരണമാവുന്നു എന്നുള്ളത്. ആ സ്ട്രെസ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്തെങ്കിലും അപകടങ്ങൾ സംഭവിക്കാനുള്ള കാരണമാവുന്നു എന്നുള്ളതാണ്. മൂന്നാമത്തെ കാരണമായിട്ട് നമ്മൾ പറയുന്നത് വൈബ്രേഷൻ ആണ്. വൈബ്രേഷൻ എന്ന് പറയുന്ന ഒരു പോയിന്റാണ് മൂന്നാമത്തായിട്ട് നമുക്ക് പറയാനുള്ളത്. വൈബ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വൈബ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂസ്ലി ഇപ്പൊ നമ്മൾ നിന്നൊരു വർക്ക് ചെയ്യുകയാണ്. ഇപ്പൊ നമ്മളൊരു മെഷീന്റെ അടുത്ത് നിന്ന് വർക്ക് ചെയ്യാണ്. ഇപ്പൊ ഒരു മാനുഫാക്ചറിങ് മേഖലയിൽ നമ്മളൊരു മാനുഫാക്ചറിങ് ഫീൽഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ കണ്ടിന്യൂസിലായിട്ട് ആ ഒരു പ്ലേസ് എന്ത് ചെയ്യുന്നുണ്ട്, വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു പ്ലേസിൽ നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അവിടെ വേറെ എന്തെങ്കിലും പിടിച്ചു നിൽക്കുന്ന സമയത്ത് അത് കണ്ടിന്യൂസിലായിട്ട് വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു പിടിച്ചു നിൽക്കുന്നതിൽ എന്ത് ചെയ്യുന്നില്ല, എല്ലാ സമയത്തും ആ ഒരു വൈബ്രേഷൻ നമുക്ക് ആക്സെപ്റ്റബിൾ ആവണമെന്നില്ല. ഇത് നമുക്ക് കറക്റ്റ് ആയിട്ട് അവിടെ നിന്ന് വർക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പൊ അത് കാരണം എന്ത് ചെയ്യാം, അപകടങ്ങൾ സംഭവിക്കാം. ഓവർ വൈബ്രേഷൻസ് വന്നു കഴിഞ്ഞാലോ ഓവറായിട്ട്, അല്ലെങ്കിൽ നമുക്ക് വൈബ്രേഷൻസ് മറ്റൊരു കാരണം പറയാം. ഇപ്പൊ നമ്മളൊരു ഒരു സ്ഥലത്ത് നിന്ന് വർക്ക് ചെയ്യുമ്പോൾ കുറച്ച് അപകടകരമായിട്ടുള്ള സ്ഥലത്താണ് നിൽക്കുന്നത്, കുറച്ച് ഹൈറ്റിലൊക്കെ നിന്ന് വർക്ക് ചെയ്യുന്ന സമയത്ത് വൈബ്രേഷൻ കാരണം നമ്മൾ തെന്നി വീഴാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പൊ അതാണ് നമ്മൾ അടുത്തൊരു പോയിന്റ് ആയിട്ട് പറയുന്നത് വൈബ്രേഷൻ എന്ന് പറയുന്നത്. ഒരു ഫിസിക്കൽ അസാർട്ടില് പറയുന്ന അടുത്തൊരു പോയിന്റ് ആയിട്ട് നമ്മൾ പറയുന്നത് വൈബ്രേഷൻ എന്ന് പറയുന്നത്. ഇനിയാണ് റേഡിയേഷൻ എന്ന് പറയുന്ന അടുത്ത പോയിന്റ് വരുന്നത്. റേഡിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ എക്സ്റേ, അതുപോലെ തന്നെ ഗാമ റേ, ലേസർ തുടങ്ങിയ റേസ് ഒക്കെ ഉണ്ട് അല്ലെ. ഈ റേസ് അതുപോലെ തന്നെ മൊബൈൽ ടവറുകൾ അതിൽ നിന്നൊക്കെ തുടങ്ങിയിട്ടുള്ളതിനൊക്കെ നമുക്ക് റേഡിയേറ്റീവ് അല്ലെങ്കിൽ റേഡിയേഷൻ സംഭവിക്കാറുണ്ട്. ഇപ്പോൾ നമുക്കിപ്പോൾ എക്സ്റേ റേഡിയേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എക്സ്റേ എന്നൊക്കെ റേഡിയേഷൻ ചില ഇതിലൊക്കെ സംഭവിക്കാതെ കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ റേഡിയേഷൻ മൂലം, ഈ റേഡിയേഷൻ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ടെമ്പറേച്ചർ കൂടുതലായിരിക്കും. റേഡിയേഷൻസ് ഒക്കെ ഉണ്ടാവുന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ ഇപ്പൊ ഇങ്ങനെ എക്സ്റേ അല്ലെങ്കിൽ അതേപോലെ തന്നെ ഗാമ റേസ് ഒക്കെ തട്ടുന്ന സ്ഥലത്തൊക്കെ ഈ ടെമ്പറേച്ചർ കൂടുതലൊക്കെ ആയിരിക്കും. അവിടെ നിന്ന് വർക്ക് ചെയ്യാന്നൊക്കെ പറയുന്നത് കുറച്ച് സ്ട്രെസ് കൂടുതലായിരിക്കും, കുറച്ച് ഇറിറ്റേറ്റിംഗ് ആയിരിക്കും. അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നത് പിന്നെ നമ്മൾ ഭാവിയിലേക്ക് പോകുമ്പോഴേക്ക് നമുക്ക് വേറെയുള്ള പ്രശ്നങ്ങൾ സംഭവിക്കാം. ആ ഒരു വർക്കർക്ക് വേറെയുള്ള പ്രശ്നങ്ങൾ കുറെ സംഭവിക്കാനുള്ളതുണ്ട്. അപ്പൊ ഇതെല്ലാം നമ്മൾ ആ റേഡിയേഷന്റെ മൂലം ഉണ്ടാവുന്ന ഹസാർഡ്സിൽ പെടുത്താം നമുക്ക്.
അങ്ങനെ റേഡിയേഷൻ സംഭവിക്കുന്നതുകൊണ്ടാണ് ഇത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ സംഭവിക്കുന്നത് എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് പറയാം, ഫിസിക്കൽ അസാർഡിന്റെ കൂട്ടത്തിൽ നമുക്ക് റേഡിയേഷനും പറയാം. റേഡിയേഷൻ എന്ന് പറയുന്ന അടുത്തൊരു കാറ്റഗറി പറയാം. ഇനി അടുത്തതാണ് ഇലുമിനേഷൻ എന്ന് പറയുന്ന ലാസ്റ്റ് പോയിന്റ് ആയിട്ട്, നമ്മൾ 5ാമത്തെ പോയിന്റ് ആയിട്ട് പറയുന്നതാണ് ഇലുമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇലുമിനേഷൻ രണ്ട് രീതിയിൽ പറയാം. ഇലുമിനേഷൻ ഇല്ലാത്ത അവസ്ഥയും വരാം, അതുപോലെ തന്നെ ലൈറ്റ് കൂടിയ ഇലുമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വെളിച്ചം അല്ലെ. ഒന്ന് വെളിച്ചം കുറഞ്ഞ അവസ്ഥയും വരാം, രണ്ടാമത്തത് വെളിച്ചം കൂടിയ അവസ്ഥയും വരാം. ഒന്നാമത്തെ വെളിച്ചം കുറഞ്ഞ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നമുക്കൊരു പ്രോപ്പർ ലൈറ്റിംഗ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ വർക്ക് ചെയ്യുന്നത് ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ വെളിച്ചം കുറഞ്ഞ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളിച്ചം കുറഞ്ഞ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വർക്ക് ചെയ്യുന്നത് പ്രോപ്പർ ലൈറ്റിംഗ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ഒരു ബുദ്ധിമുട്ടാണ്. ഇനി വെളിച്ചം കൂടിയ സ്ഥലമാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഗ്ലെയർ അടിക്കാൻ ചാൻസ് ഉണ്ട്. നമുക്ക് അവിടെ ശരിക്കായിട്ട് എന്ത് ചെയ്യുന്നത്, ശരിക്കും കണ്ണിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, കാണാൻ പറ്റാത്തൊരവസ്ഥ വരുന്നുണ്ട്. ഇങ്ങനത്തെ അവസ്ഥയും വരാം. അപ്പൊ ഇലുമിനേഷന്റെ കാര്യത്തിൽ നമുക്ക് രണ്ടവസ്ഥയും വരാം. ഒന്ന് ലൈറ്റ് കുറഞ്ഞാലും പ്രശ്നമാണ്, അടുത്ത എന്താണ് ലൈറ്റ് കൂടിയാലും പ്രശ്നമാണ്. അതായത് പ്രോപ്പർ ലൈറ്റിംഗ് കിട്ടുക എന്നുള്ളതാണ് അത് പറയുന്നത്. അപ്പൊ പ്രോപ്പർ ലൈറ്റിംഗ് ഇല്ലാതെ ആയി കഴിഞ്ഞാൽ, അപ്പൊ നമുക്ക് അങ്ങനെ തന്നെ പറയാം, പ്രോപ്പർ ലൈറ്റിംഗ് അല്ല എന്നുണ്ടെങ്കിൽ അതിനെന്ത് പറയും, അവിടെ ഉണ്ടാവുന്ന അപകടങ്ങളെ നമുക്ക് എന്ത് പറയാം, അതൊരു ഫിസിക്കൽ അസാർഡിന്റെ കീഴിലുള്ള ഇലുമിനേഷൻ എന്ന കാര്യത്തിൽ ഉൾപ്പെടുത്താം എന്ന് പറയാം. അപ്പൊ നമ്മള് ഫിസിക്കൽ അസാർഡാണ് ഇപ്പൊ നോക്കിയത്. ഫിസിക്കൽ അസാർഡിൽ പറഞ്ഞത് നോയ്സ് പറഞ്ഞു, ഹീറ്റ് ആൻഡ് കോൾഡ് സ്ട്രെസ് പറഞ്ഞു, വൈബ്രേഷൻ പറഞ്ഞു, റേഡിയേഷൻ പറഞ്ഞു, ലാസ്റ്റ് ആയിട്ട് നമ്മൾ ഇലുമിനേഷനും പറഞ്ഞു. അപ്പൊ ഇതെല്ലാം നമ്മൾ ഫിസിക്കൽ അസാർഡ്സിൽ തന്നെ വരുന്ന പോയിന്റുകളാണ്, ഫിസിക്കൽ അസാർഡിൽ നമ്മൾ പറയുന്ന പോയിന്റുകളാണ്.